ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം മസാല ദോശയാണ് ഉണ്ടാക്കണം. അപ്പം മോന് അടുത്ത് ഓടി വന്നിട്ടുണ്ട്. ഇവന് ഞാൻ കട്ട് ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഓടി വരുന്ന ഒരു പതിവുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുക്കറിൽ തന്നെയാണ് എല്ലാം ചെയ്യണത്. നമ്മൾ കുക്കറിൽ തന്നെ ആദ്യമേ ഈ പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ച് വെച്ചു. പിന്നെ എന്നിട്ട് നമ്മൾ കുക്കറിൽ ഓയിൽ ഒഴിച്ച് ഉഴുന്നിട്ട് കടുവിട്ട് സവാള കുരുമുനാന്നരിഞ്ഞ് ചേർത്തതിന് ശേഷം സ്മാഷ് ചെയ്ത് പൊട്ടറ്റോസ് ആഡ് ചെയ്ത് മഞ്ഞൾപ്പൊടി ഗരം മസാല നമ്മുടെ മസാല റെഡിയായ ശേഷം നമുക്കൊരു പുതിനയില ചട്നി അരച്ചെടുക്കാം. ഉള്ളി, ഇഞ്ചി, പുതിനയില, തേങ്ങ, ഉപ്പ്, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് ചൂടുവെള്ളം തണുത്തതും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കണം. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ദോശ റെഡിയാക്കാം. ദോശ നന്നായിട്ട് നൈസായിട്ട് പരത്തിയതിന് ശേഷം കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ നെയ്യിട്ട് മറിച്ചിടാം. എന്നിട്ട് നമുക്ക് ഈ മസാലയും കൂടി ഇട്ട് എടുക്കാം കേട്ടോ. എനിക്കിത് വാഴയിലയിൽ പൊതിഞ്ഞിങ്ങനെ വെച്ചിട്ട് കഴിക്കണം, അത് ഭയങ്കര ഇഷ്ടമാണ്. വാഴയിലില്ല ഗൈസ്, അതുകൊണ്ട് പിന്നെ ഇനി നമുക്ക് ഇല എടുത്തിട്ട് നമുക്കൊരു ദിവസം ഇതുപോലെ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ എല്ലാം റെഡിയായി ഒരു ചായയോ കോഫിയോ തേയിലയോ എന്തെങ്കിലും എടുക്കുക, അടിപൊളിയാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് റെഡിയായി, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എന്നിട്ട് റെഡിയായി. എന്നിട്ട് ഇന്ന് നമുക്ക് മോന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. അവന് നമ്മളിന്നൊരു സൈക്കിൾ വാങ്ങാൻ പോകണം. കുറേ ദിവസമായി അവൻ്റെ സൈക്കിൾ പൊട്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ദിവസമായിട്ട് അവൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ നമ്മളിന്ന് സൈക്കിൾ എടുക്കാൻ പോയി. ഈ സൈക്കിളാണ് അവൻ എടുത്തത് കേട്ടോ. ഇന്ന് ഇറങ്ങുന്നില്ലായിരുന്നേ. അങ്ങനെ ഈ സൈക്കിളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.